ഗൈസ് ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ അത്ര പൈസയൊന്നുമില്ല. ഞാനാണെങ്കിൽ ട്രാക്ടർ ഓടിച്ചിട്ടാണ് നടക്കണേ. ഈ സിറ്റിയിൽ എല്ലാവരും റിച്ചാണ് ഗൈസ്, ഞാൻ മാത്രമാണ് പൂറ്. ഗൈസ് അവിടെ എന്തോ സ്റ്റണ്ട് റേസ് പോലെ സാധനം ഉണ്ടല്ലോ ഗൈസ്. ഗൈസ് നമുക്ക് ആ സ്റ്റണ്ട് റേസിൻ്റെ അവിടെ പോവാം ഗൈസ്. അങ്ങനെ ഞാൻ സ്റ്റണ്ട് റേസിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആളെവിടെയാണ് എൻ്റെ ആൾ വന്നോ? ചേട്ടാ, ഈ റേസിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 കോടിയും ഒരു മാൻഷനും ഇഷ്ടംപോലെ ബൈക്കും ഇഷ്ടംപോലെ കാറും കിട്ടും. റേസിൽ പിന്നെ ഒരു ചെക്ക് പോയിന്റ് ഉള്ളൂ. റേസിൽ പൈസയൊന്നും വേണ്ട, ഫ്രീ ആണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റേസ് പിടിക്കട്ടെ. ആ ചേട്ടാ, ചേട്ടൻ കളിച്ചാലോ, കുഴപ്പമൊന്നുമില്ല. ചേട്ടാ നമുക്ക് കളിക്കാൻ പറ്റും പറയണ്ട. നമുക്കൊരു 5 റേസിൽ നമുക്ക് നേരെ ആ റേസിൻ്റെ സ്ഥലത്ത് പോകാം. അവിടെ ഗൈസ് ഇതാണ് ബൈക്ക് കേട്ടോ. ഞാൻ പിന്നെ ഹെൽമെറ്റൊക്കെ എടുത്തിട്ടു ഗൈസ്. ഇതിൽ പിന്നെ എന്താണ് ഒരു ചെക്ക് പോയിൻ്റ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത്തിരി സൂക്ഷിച്ച് കളിക്കണം. അയ്യോ, ഫസ്റ്റ് തന്നെ വണ്ടി വെട്ടാ. ഇല്ല, ഇത് ഈസിയാണ് എടുക്കാൻ ഗൈസ്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അത് എടുത്തിട്ടുണ്ട്. ഇപ്പം വീണ് തന്നെ. ഈ ഒരു ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു പുല്ല് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഗൈസ്. അവിടെയാണ് ആ ചെക്ക് പോയിൻ്റ് എന്ന് പറയണത്. നമുക്കൊരു 5 ഗൈസ് കൂടെ ലെഫ്റ്റും റൈറ്റും അങ്ങനെയൊക്കെ തിരിച്ചിട്ട് പോവുക. സോറി, ലെഫ്റ്റും റൈറ്റും അല്ല, റൈറ്റും ലെഫ്റ്റും. വീഴില്ല. അയ്യോ വീഴില്ല. അയ്യോ ഗൈസ്, വീണു ഗൈസ് നമ്മൾ. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ആ ചെക്ക് പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എത്തി ഗൈസ് ചെക്ക് പോയിന്റിൽ. ഇവിടെ കുറേ കണ്ടെയ്നർ ഉണ്ടല്ലോ. ഇതിൻ്റെ മേലെ കൂടെ പോവാ ഗൈസ്. ഗൈസ് ഇത്തിരി പാടാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ മേലെ കൂടെ പോവാ. ഇഷ്യൂ വീണ് തന്നെ ഗൈസ്. ഇവിടെ ഒരു ബ്ലൂ കളർ കണ്ടെയ്നർ ഉണ്ട്. ഈ റേസിലും കുറച്ച് കണ്ടെയ്നർ ഉണ്ട്, കുറച്ചേ ഉള്ളൂ, നിറയൊന്നുമില്ല. മറ്റേ പണ്ടത്തെ ബീച്ച് റേസ് പോലത്തെ ഒന്നുമില്ല കണ്ടെയ്നർ. ബീച്ചിലെ റേസ് കണ്ടില്ല, അതേപോലെ ഒന്നുമില്ല. ഗൈസ് ഇവിടെയും കണ്ടെയ്നർ. ഗൈസ് ഇവിടെ മറ്റേ സാധനമുണ്ട്. എന്താ പറയുക, ഒരു റാമ്പ് പോലത്തെ സാധനമില്ല, അവിടെയാണ്. ഈ കണ്ടെയ്നർ ചുറ്റുമോ? ഈ കണ്ടെയ്നർ ചുറ്റൊന്നുമില്ല. നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ പോകേണ്ടേ വരും ഗൈസ്. ഈ ബൈക്ക് എന്താ വെറുതെ ഇങ്ങനെയാവണത്? ഗൈസ് ഇവിടെ ഒരു മരം ഇരിക്കണ്ടല്ലോ. ഇതിപ്പോൾ അങ്ങനെയാണ് ഈ പോവുക. കണ്ണ് കാണില്ലടേ. നേരെ പോണം, നല്ല ഇതിൽ കൂടെ. എന്താണ് നമുക്ക് ലെഫ്റ്റ് എടുത്ത് കൊണ്ടേ വരും ഗൈസ്. ഇന്ന് എന്തായാലും നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാം. അതൊരു ട്രാപ്പായിരുന്നു ഗൈസ്. അതിൽ കൂടെ പോയാൽ നമ്മൾ താഴെ വീഴും. ഇവിടെ പിന്നെ വഴി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടെ തന്നെ പോകത്താണ് കറക്റ്റ് വഴി ഗൈസ്. ഇവിടെ എന്തോ ഉണ്ടല്ലോ ഗൈസ്. പിന്നെ മറ്റേ ടൈൽസ് പോലത്തെ സാധനം ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ട്. ചരിച്ചാണ് ഗൈസ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒത്തിരി സൂക്ഷിച്ച് കളിക്കേണ്ടി വരും. ഇവിടെ ആ ടൈൽസ് പോലത്തെ സാധനം നമുക്ക് അങ്ങനെയെങ്കിലൊക്കെ ജയിക്കാൻ നോക്കാം. അതിപ്പോൾ അങ്ങനെ തിരിക്കുക. ഇവിടെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, മറ്റേ കമ്പി വേലിയില്ലേ, അതേപോലത്തെ സാധനം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ അങ്ങനെ നമ്മൾ ആ ടൈൽസിൻ്റെ സൈഡിൽ അല്ല, ചരിച്ച് വെച്ച ഒരു ടൈൽസിൻ്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ഗൈസ്? ഇതെന്ത് ഇങ്ങനെ? ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് ചെറുതായിട്ട് ശ്രമിക്കുക. താഴെ വീഴരുത്. ഭാഗ്യത്തിന് വീണില്ല. വീണാൽ പിന്നെ നമ്മൾ എന്താണ് ഈ റേസിൽ തോറ്റു ഗൈസ്. ആകെ ഈ റേസിലുള്ളത് 2 ചാൻസാണ്. ഒന്നാമത്തെ ചാൻസിൽ ഞാൻ വീണു. ഒരു ചെക്ക് പോയിന്റിൻ്റെ അവിടെ തന്നെ വീണു ഗൈസ്. ഗൈസ് ഇവിടെ എന്താണ് ഒരു സ്പിന്നർ പോലത്തെ സാധനമുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോവാം. ഇവിടെ കുറേ പുല്ലൊക്കെ ഉണ്ടല്ലോ. ഇതിന് മേലെ കൂടെ പോവാ, അത്രേ ഉള്ളൂ ഗൈസ്. ഇതൊരു വലിയ സ്റ്റണ്ട് റേസ് ആണ് കേട്ടോ. വലുത് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള സ്റ്റണ്ട് റേസ് ആണ്. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് കളിക്കേണ്ടി വരും ഗൈസ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതിപ്പോൾ അങ്ങനെ തിരിക്കുക. അത് തിരിക്കാൻ അത്ര ഹാർഡൊന്നുമില്ല, കുറച്ച് ഈസി ആയിരിക്കും. അയ്യോ പോലെ ഇതെന്താ വണ്ടി പൊട്ടാ? ഇല്ല.
ഓ ഗൈസ് ഈ വണ്ടിക്ക് അധികം കൺട്രോളൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ വീഴാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തിരിക്കണം. ഓ ഗൈസ് നമ്മൾ അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ തന്നെ വഴി. ഓ ഇതിൽ കൂടെ തന്നെയല്ലേ വഴി. ഇതിൽ കൂടെ പോകാൻ പറ്റുമോ? സൈഡെടുത്ത് പോകാൻ പറ്റില്ല. ഓ ഗൈസ് ഇവിടെ അല്ലേ വഴി. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ എല്ലാം സത്യം പറഞ്ഞ വഴി. അയ്യോ വീഴും നമുക്ക് ബാക്ക് എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ബാക്ക് എടുത്തു. നമ്മൾ പിന്നെയും ആ സ്ഥലത്ത് തന്നെ വന്നു. എന്താ പറയുക, മറ്റേ സ്പിന്നറൊക്കെ ഉള്ള അവിടെ ഉണ്ട്. നമ്മളങ്ങ് ബിൽഡിങ്ങൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. അയ്യോ ഇതെന്ത് തേങ്ങയാണ് അവിടെ. ഈ ബൈക്ക് വെറുതെ ഇങ്ങനെ ആവുന്നുണ്ട്. ഓ ഇവിടെ നിന്ന് ചാടണം ഗൈസ്. ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടി പോവുക. മെല്ലെ പോയാൽ പിന്നെ ഈ ബൈക്ക് തന്നെ പോയിട്ട് ഇടയിൽ കൂടെ പോവും ഗൈസ്. അതുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടി പോവാം ഗൈസ്. നമുക്ക് പെട്ടെന്ന് സ്പീഡ് കൂട്ടി പോവാം. എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് പറയുന്നു ഗൈസ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലേ? ഇല്ല ഗൈസ്, ഇല്ല ഗൈസ്, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ടൈൽസിനെ ഫോളോ ചെയ്ത് പോവാം ഗൈസ്. നമുക്ക് കംപ്ലീറ്റ് ആയി. അവിടെ വല്ല സ്റ്റെൻറ്റിൻ്റെ സാധനമൊന്നും കാണാനില്ല ഗൈസ്. ഇത് കംപ്ലീറ്റ് ആയി. അവിടെ ഒരു മണ്ണൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് കംപ്ലീറ്റ് ആയി തോന്നുന്നു. യെസ് ഗൈസ്, ഇതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓ അയാട്ടിനെ പിടിച്ചാ എന്നെ ഗൈസ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മാൻഷൻ കിട്ടാൻ പോണ് ഗൈസ്. എനിക്ക് മാൻഷൻ കിട്ടി, ഹെലികോപ്റ്റർ കിട്ടി, പിന്നെ 3 ബൈക്കും 2 കാറും കിട്ടി ഗൈസ്. അതുമാത്രമല്ല എനിക്ക് പുതിയ ഡ്രസ്സ് വരെ കിട്ടി. പാൻറ്റ് പുതിയതാണ്. അത് എൻ്റെ പണ്ടത്തെ പാൻറ്റ് പോലെ തന്നെയുണ്ട് കാണാൻ ഗൈസ്. ഈ മാൻഷൻ്റെ ഉള്ളൊക്കെ കണ്ടോ? ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു മാൻഷൻ അല്ല, വീടാണ് ഗൈസ്. നമുക്ക് സെറ്റിൽ കുറച്ച് നേരം കിടന്ന് തുടങ്ങാം.